السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് നബയിലെ 17-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. സൂറത്തു നബയിലെ 17-ാമത്തെ ആയത്ത് ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്ത് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا. 17-ാമത്തെ ആയത്തിൽ ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത. അപ്പോൾ ഫസ്റ്റ് സൂറത്തിൻ്റെ തുടക്കഭാഗം നോക്കിക്കഴിഞ്ഞാൽ അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അലീം. അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിൻ നബഇൽ അലീം, വമ്പിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യമാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത് ഇന്ന യൗമൽ ഫസ്ൽ, തീർച്ചയായും ഫസ്ലിൻ്റെ ദിവസം. ഫസ്ലിൻ്റെ ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? അന്ന് തീരുമാനമാകും. തീരുമാനത്തിൻ്റെ ദിവസം എന്നാണ് അർത്ഥം. അതായത് ആരാണ് സ്വർഗത്തിലേക്ക്, ആരാണ് നരകത്തിലേക്ക്, ആരാണ് സൽക്കർമ്മം ചെയ്ത ആളുകൾ, ആരാണ് തെറ്റ് ചെയ്ത് മുന്നേറിയ ആളുകൾ, തെറ്റിലൂടെ ജീവിതം ജീവിച്ചു തീർത്തവർ ആര്, അതോടൊപ്പം തന്നെ ഹക്കിൻ്റെ ആളുകൾ, സത്യത്തിൻ്റെ കൂട്ടരാര്, അസത്യത്തിൻ്റെ കൂട്ടരാര് എന്നിങ്ങനെ ദുനിയാവിലുണ്ടായ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എന്ത് ചെയ്യും? തീരുമാനത്തിലേക്ക് എത്തും. അതുകൊണ്ടാണ് യൗമുൽ ഫസ്ൽ എന്ന പേരിൽ അള്ളാഹു എന്ത് ചെയ്തത്? അതിനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്ന യൗമൽ ഫസ്ലി, തീർച്ചയായും ഫസ്ലിൻ്റെ ദിവസം, തീരുമാനത്തിൻ്റെ ദിവസം, കാന മീഖാത, അത് നിർണയിക്കപ്പെട്ടതാണ് എന്നാണ്. വഖത്തിൽ നിന്നാണ് മീഖാത്തൻ എന്ന പദം വന്നിട്ടുള്ളത്. അതായത് ഖിയാമത്ത് നാൾ നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒരു ദിവസം കൂടുകയോ അതല്ല എങ്കിൽ ഒരു ദിവസം കുറയുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവില്ല. എന്തായാലും എന്ത് ചെയ്യും? ഖിയാമത്ത് നാൾ അള്ളാഹു നിശ്ചയിച്ച സന്ദർഭത്തിൽ അത് നടക്കും. സൂറത്തു ഹൂദിലെ 104-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വമാ നുഅഖിറുഹു ഇല്ലാ ലിഅജലിൻ മഅദൂദ്, എന്ത് ചെയ്യൂല? അത് നാം പിന്തിച്ചു വെക്കുകയില്ല എന്നാണ്. ഖിയാമത്ത് നാളിനെ പിന്തിച്ചു വെക്കുന്ന അവസ്ഥ ഉണ്ടാകൂല. അതിന് അജലുൻ മഅദൂദാണ്, ക്ലിപ്തമാക്കപ്പെട്ട ഒരു ദിവസമുണ്ട്. ആ
ആ ദിവസം എന്ത് ചെയ്യും? ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന. അപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ വിഷയത്തിൽ ഇവിടെ ഖിയാമത്ത് നാളിനെ പരിചയപ്പെടുത്തുന്നത് യൗമുൽ ഫസ്ല് എന്ന പേരിലാണ്. തീരുമാനത്തിൻ്റെ ദിവസം, കാര്യങ്ങളെല്ലാം വേർപ്പെടുന്ന ഒരു ദിവസം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഖിയാമത്ത് നാളിന് എത്ര പേരുകളുണ്ട്? എത്ര പേരുകൾ ഖിയാമത്ത് നാളിന് പറയപ്പെട്ടിട്ടുണ്ട്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിക്കോ, എത്ര ഏകദേശം കണക്ക് എത്ര ഉണ്ടാവും എന്നുള്ളത്. അത് ഖിയാമത്ത് നാളിൻ്റെ പേരുകൾ എണ്ണുന്ന സന്ദർഭത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ല 100ഓളം പേരുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ്. 100ഓളം പേരുകൾ. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? ഖിയാമത്ത് നാളിൻ്റെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പണ്ഡിതന്മാരെന്ത് ചെയ്യും? ഇജ്തിഹാദ് ചെയ്യും, ഗവേഷണം ചെയ്യും. അപ്പോൾ എങ്ങനെ ഗവേഷണം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്ന വിശേഷണങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് യൗമ യഫിറുൽ മർഉ മിൻ അഖീ, ഒരു സഹോദരൻ മറ്റൊരു സഹോദരനിൽ നിന്ന് ഓടി അകലുന്ന ദിവസം. അപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ ഒരു പേരാണ് എന്ത്? യൗമുൽ ഫിറാർ, ഓടി അകലുന്ന ദിവസം. അൽ ഖാരിഅതു മൽ ഖാരിഅ. അപ്പം ഇങ്ങനെ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് വന്ന വിശേഷണങ്ങൾ എന്തൊക്കെയുണ്ടോ ആ വിശേഷണങ്ങളൊക്കെ എന്തായി പരിഗണിക്കും? ഖിയാമത്ത് നാളിൻ്റെ പേരായി പരിഗണിക്കും. അപ്പോൾ 100ലേക്ക് എത്താം, ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ കൂടാം, ഒക്കെ ചെയ്യാം. ഒക്കെ എന്ത് ചെയ്യും? എല്ലാത്തിനും സാധ്യത ഉണ്ട്. അപ്പോൾ ഒരുപാട് പേരുകൾ എന്തുണ്ട്? ഖിയാമത്ത് നാളിനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏകദേശം ഇതേ ആയത്ത്, സമാനമായ ആയത്ത് 5ലധികം സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട് യൗമുൽ ഫസ്ല് എന്ന രൂപത്തിൽ. ഒന്നാമത്തേത് സൂറത്തു സ്വാഫാത്തിലെ 21ാമത്തെ ആയത്തിലാണ്. ഇതിനോട് സമാനമല്ല, എന്നാൽ കുറച്ച് ഒരു വ്യത്യാസമുണ്ട്. ഹാദാ യൗമുൽ ഫസ്ൽ അല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ. നിങ്ങൾ കളവാക്കിയ ഒരു ദിവസം ഉണ്ടല്ലോ, തീരുമാനത്തിൻ്റെ ദിവസം എന്ന ഒരു ദിവസത്തെ നിങ്ങൾ കളവാക്കിയിട്ടുണ്ട്. ആ ദിവസമാണെന്ത്? ഈ ദിവസം എന്ത് ചെയ്യും? കളവാക്കിയ ആളുകളോട് പറയുന്ന. മറ്റൊന്ന് സൂറത്തു ദുഹാനിലെ 40ാമത്തെ ആയത്ത്, നമ്മളിപ്പോൾ ഓതി വെച്ച ആയത്തിനോട് സമാനമായ ആശയം ഉൾക്കൊള്ളുന്ന ആയത്താണ്. ഇന്ന യൗമൽ ഫസ്ലി മീഖാതുഹും അജ്മഈൻ. തീർച്ചയായും ഫസ്ലിൻ്റെ ദിവസം, തീരുമാനത്തിൻ്റെ ദിവസമാണെന്ത്? മീഖാതുഹും, അവരുടെ സമയം. അജ്മഈൻ, എല്ലാ ആളുകളുടെയും സമയം ആ ദിവസമായിരിക്കുന്ന. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നത്തെ ദിവസം അള്ളാഹു എന്ത് ചെയ്യും? എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടും. ആദ്യത്തെ ആളുകളെയും അവസാനത്തെ ആളുകളെയും എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് ആ സൂറത്തിൽ പറയുന്നുണ്ട്, യൗമ ലാ യുഗ്നി മൗലൻ അൻ മൗലൻ ഷൈആ. ഒരാൾക്കും മറ്റൊരാൾക്ക് എന്ത് ചെയ്യൂല? യാതൊരു ഉപകാരവും ചെയ്യാൻ പറ്റൂല. നമ്മോട് എത്ര തന്നെ അടുത്ത വ്യക്തിബന്ധം പുലർത്തിയ ആളാണെങ്കിൽ പോലും ഒന്നും എന്ത് ചെയ്യൂല? ഒന്നും ഉപകരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഫഇദാ നുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ അൻസാബ ബൈനഹും, നിങ്ങൾക്കിടയിൽ പിന്നെ യാതൊരു കുടുംബ ബന്ധവുമില്ല. എല്ലാ കുടുംബ ബന്ധവും എന്ത് ചെയ്യും? മുറിക്കപ്പെടുന്ന. ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ, പരസ്പരം ചോദിക്കുക പോലുമില്ല. എൻ്റെ ഇന്ന കുടുംബക്കാരൻ എവിടെ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എവിടെ എന്ന് ചോദിക്കുക പോലുമില്ല. കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം എന്ത് ചെയ്യും? നിശ്ചലമായി പോകും. എല്ലാ ബന്ധങ്ങളും അവിടെ അവസാനിക്കും. വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരു ഉറ്റ സുഹൃത്തും മറ്റൊരു ഉറ്റ സുഹൃത്തിനെ എന്ത് ചെയ്യൂല? ചോദിക്കുകയില്ല എന്നാണ്. അവരുടെ വിശേഷണങ്ങൾ, അവർക്ക് എന്തൊക്കെയാണ് എന്നിങ്ങനെ ഒന്നും തന്നെ ചോദിക്കാത്ത ദിവസമായിരിക്കും ഖിയാമത്ത് നാളിൻ്റെ ദിവസം. വലാഹും യുൻസറൂൻ, സഹായിക്കാനും ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിന് പല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചതായി നമുക്ക് കാണുവാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയുന്നത് ഖിയാമത്ത് നാൾ നിർണയിക്കപ്പെട്ട ഒരു ദിവസത്തിലാണ്. നിർണയിക്കപ്പെട്ട ഒരു ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിശ്വാസികൾ നിത്യവും ചോദിച്ചുകൊണ്ടിരുന്ന വിഷയം, വയഖൂലൂന മതാ ഹാദൽ വഅദ്, എപ്പോഴാണ് റസൂലെ താങ്കൾ പറയുന്ന ഈ വാഗ്ദാനം എപ്പോഴാണ് പുലരുക എന്ന് ചോദിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹു ആണെന്ത്? ഖിയാമത്ത് നാളിനെ കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ്. ഹദീസ് ജിബ്രീലിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ചോദിക്കപ്പെട്ടവൻ ചോദിച്ചവനെക്കാളും അറിവുള്ളവനല്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് ആ ചോദ്യത്തിന് വിധേയമാകുന്നത്. നബി പറയാണ്, എനിക്കെന്തില്ല, ആ വിഷയത്തിൽ അറിവില്ല എന്ന്. അപ്പോൾ ഒരു സമയത്തെക്കുറിച്ച് നമുക്ക് പറയപ്പെട്ടിട്ടില്ല. അപ്പോൾ സമയത്തെക്കുറിച്ച് നമുക്ക് പറയപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അത് പ്രതീക്ഷിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാകണം എന്നാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, സംഭവിക്കാം എന്നുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇനി ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പണ്ഡിതന്മാർ 2 രൂപത്തിലാണ് അടയാളങ്ങൾ വേർതിരിക്കുന്നത്. ഒന്ന് വലിയ അടയാളങ്ങളും മറ്റൊന്ന് ചെറിയ അടയാളങ്ങളും. ഈ ചെറിയ അടയാളം തന്നെ പല രൂപത്തിലാണ്, 3 രൂപത്തിലാണ്. ഒന്നാമത്തേത് കഴിഞ്ഞു പോയ ചെറിയ അടയാളങ്ങളാണ്. അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എന്നത് ചെറിയ അടയാളമാണ്. അത് കഴിഞ്ഞു പോയ ചെറിയ ലക്ഷണത്തിൽപ്പെട്ടതാണ്. ഇനി അതല്ല, നടന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളുണ്ട്. ഇനി നടക്കാനിരിക്കുന്ന അടയാളങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് സ്ത്രീകൾ വർദ്ധിക്കും, പുരുഷന്മാരെന്ത് ചെയ്യും, കുറയും. ലോകത്തിൻ്റെ ജനസംഖ്യയുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ പുരുഷന്മാരെക്കാളും കൂടുതൽ ആരാ ഉള്ളത്, സ്ത്രീകളാണുള്ളത്. അപ്പം ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് ലക്ഷണങ്ങൾ. അതോടൊപ്പം തന്നെ വലിയ അടയാളങ്ങളിൽപ്പെട്ടതാണ്. വലിയ അടയാളങ്ങൾ ആദ്യം തുടങ്ങുന്നത് തന്നെ ഇമാം മഹ്ദിയുടെ വരവോട് കൂടിയിട്ടാണ്. ഇമാം മഹ്ദി എന്ത് ചെയ്യും, ഇമാം മഹ്ദി വരികയും ഭൂമിയിൽ മുഴുവനും എന്ത് ചെയ്യും, നീതി പരത്തുന്ന, നീതി ഭൂമിയിൽ വ്യാപിപ്പിക്കും. അപ്പം ഇമാം മഹ്ദിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ എന്ത് ചെയ്യും, വരും, അവൻ്റെ പേര് എൻ്റെ പേരിനോട് എന്തുണ്ട്, സാമ്യത ഉണ്ട് എന്നാണ്. അവൻ്റെ പേര് എൻ്റെ പേരിനോട് സാമ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കുടുംബ പരമ്പരയിലാണ് ആര് വരുന്നത്, ഇമാം മഹ്ദി വരുന്നത്. ഇമാം മഹ്ദിയുടെ നെറ്റിത്തടം നല്ല നീണ്ട നെറ്റിത്തടമായിരിക്കും ഇമാം മഹ്ദിയുടെ നെറ്റിത്തടം. ഇമാം മഹ്ദി വന്നു കഴിഞ്ഞാൽ അവിടെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സന്ദർഭമുണ്ട്. ദജ്ജാലൊക്കെ വന്ന് ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി ഈസാ നബി വന്നു കഴിഞ്ഞാൽ പോലും ആരുടെ പിന്നിലാണ് നിൽക്കുക, ഇമാം മഹ്ദിയുടെ പിന്നിലാണ് നിൽക്കുക. ഇമാം മഹ്ദി ലോകം മുഴുവനും ഭരിക്കുന്ന ഏകദേശം 7-8 വർഷങ്ങളാണ് എന്ത് ചെയ്യുക, ഇമാം മഹ്ദി ലോകം ഭരിക്കുക എന്നാണ്. അപ്പോൾ ആ ലോകം ഭരിക്കുന്ന സന്ദർഭത്തിൽ ലോകത്തിൻ്റെ അവസ്ഥ പറഞ്ഞു വെക്കുന്നത്, ലോകത്തിൽ ഒരാൾ പോലും പാപ്പരായിട്ടുണ്ടാവുകയില്ല എന്നാണ്. എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യും, അവരുടെ ഹക്കുകൾ നൽകുകയും ഏറ്റവും നല്ല രൂപത്തിൽ ആളുകൾ എന്ത് ചെയ്യും, അന്ന് ജീവിച്ച് മുന്നേറും. ഒരാൾ പോലും പിന്തി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകില്ല. ആ വരുന്ന സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമായ തിന്മയിൽ ജനങ്ങൾ മുഴുങ്ങി ജീവിക്കുന്ന ഒരു സമയത്താണ് എന്ത് ചെയ്യുക, വരിക എന്ന്. ഇനി മഹ്ദിയുടെ വിഷയത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ഇമാം മഹ്ദി എന്നത് ഉള്ള ഒരു വ്യക്തിയാണ്. ഇമാം മഹ്ദി തൗബ ചെയ്യുകയും എല്ലാത്തിൽ നിന്നും എല്ലാ നന്മയിൽ മുന്നേറി ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, മഹ്ദിയാകാനുള്ള, ഇമാമാകാനുള്ള തൗഫീഖ് കൊടുക്കുന്ന, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യും, ഇമാമായി വരികയും അദ്ദേഹത്തിന് അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യും, ബൈഅത്ത് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുക, അദ്ദേഹം ഇമാമായി വരും. എന്നാൽ അതേ സന്ദർഭത്തിൽ തന്നെ ഈ മഹ്ദിയുടെ വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വികല വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. ഒരുപാട് വികലമായ വിശ്വാസങ്ങൾ. നമ്മൾ ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും, വ്യാപകമായ ഫലസ്തീൻ്റെ സന്ദർഭത്തിലൊക്കെ ഫലസ്തീൻ്റെ എതിരെ അക്രമങ്ങളൊക്കെ വന്ന സമയത്ത് വ്യാപകമായ ഒരു പാട്ടാണ് സലാം യാ മഹ്ദി എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അതായത് മഹ്ദി വരും, ഈ ഫലസ്തീനിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ എന്ത് ചെയ്യും, ആ മഹ്ദി നീക്കം ചെയ്യും എന്ന ഒരു ആശയം ഉൾക്കൊള്ളുന്ന പാട്ടാണ്. ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്ന മഹ്ദി ഏത് മഹ്ദിയല്ല, നമ്മൾ പറഞ്ഞ ഇമാം മഹ്ദിയല്ല, മറിച്ച് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ 12ാമത്തെ ഇമാമാണ് ആര്, ഇമാം മഹ്ദി. അവരുടെ വിശ്വാസപ്രകാരം ഹിജ്റ 256 അദ്ദേഹം ജനിച്ചിട്ടുണ്ട് എന്നാണ്. ഇപ്പം ഹിജ്റ 1447. അപ്പം അന്ന് ഒരു ഗുഹയിലാണ് അദ്ദേഹം താമസിക്കുന്നുള്ളത്. സമയമാകുമ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹം പുറപ്പെട്ടു വരും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ആ മഹ്ദിയെക്കുറിച്ചാണ് അവർ പാട്ടിൽ പറഞ്ഞത്, അല്ലാതെ നമ്മൾ വിശ്വസിക്കുന്ന ഇമാം മഹ്ദിയെക്കുറിച്ചല്ല. ഇനി അതേ സന്ദർഭത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഒരുപാട് ആളുകൾ കഴിഞ്ഞുപോയ ചില കാലത്തിലൊക്കെ ഒരുപാട് ആളുകൾ വാദിച്ച് മുന്നോട്ട് വന്നൊരു കാര്യമാണെന്ത്, ഞാനാണ് ഇമാം മഹ്ദി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്.
എന്നാൽ ഈ കാലഘട്ടത്തിൽ എന്തുണ്ട്, ചില ആളുകൾ, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇന്ത്യയിൽ എന്തുണ്ട്, അങ്ങനെ വാദിക്കുന്ന ആളുകൾ വരികയും അവരുടെ അടുക്കൽ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ചില ആളുകൾ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള വികലമായ വിശ്വാസത്തിലേക്ക് പോകുന്നതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഖിയാമത്ത് നാൾ എന്ത് ചെയ്യും, എന്തായാലും നടക്കും. അപ്പോൾ നമ്മൾ വളരെ പേടിച്ചുകൊണ്ട് അതിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം എപ്പോഴാണ് എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അപ്പം നിശ്ചയിക്കാത്തത് കൊണ്ട് തന്നെ എന്താണ് നമ്മുടെ അടുക്കൽ ഉള്ളത് എന്ന ഒരു ആലോചന എന്ത് ചെയ്യണം, നമുക്കുണ്ടാകണം. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത. അപ്പോൾ യൗമുൽ ഫസ്ല് അതിന് കൃത്യമായ സമയമുണ്ട്. എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് ആ സമയം എപ്പോഴാണ് ഉണ്ടാവുക, യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ. യൗമ ഒരു ദിവസം, യുൻഫഖു ഊതപ്പെടും, ഫിസ്സൂർ കാഹളത്തിൽ ഊതപ്പെടും, ഫതഅതൂന അഫ്വാജ. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാ ആളുകളും കൂട്ടം കൂട്ടമായി എന്ത് ചെയ്യും, ഖിയാമത്ത് നാളിൻ്റെ മൈതാനിയിലേക്ക് ആളുകളൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഈ ആയത്തിൽ പറയുന്നത് അന്നഫ്ഹു ഫിസ്സൂർ, കാഹളത്തിൽ ഊതുക എന്നുള്ള വിഷയമാണ്. ആരാണ് കാഹളത്തിൽ ഊതപ്പെടാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കാര? ഇസ്രാഫീലാണ്. ഇസ്രാഫീലാണ് എന്ത് ചെയ്യുക, കാഹളത്തിൽ ഊതുക എന്ന്. അപ്പോൾ 2 ഊത്താണ് പ്രധാനപ്പെട്ടത്. ഒന്നാമത്തേത്, ആദ്യത്തെ ഊത്തിൽ എന്ത് ചെയ്യും, നഫ്ഖത്തു സഅഖാൻ, എല്ലാ ആളുകളും മരിച്ചു വീഴുന്ന ആദ്യത്തെ ഊത്ത്, എല്ലാ ആളുകളും മരിച്ചു വീഴും. രണ്ടാമത്തെ ഊത്ത് എല്ലാ ആളുകളും എന്ത് ചെയ്യും, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. എല്ലാ ആളുകളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇവിടെ പറയുന്ന ഏതാണ്, യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ. രണ്ടാമത്തേതാണ്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എന്ത് ചെയ്യും, അവർ കൂട്ടം കൂട്ടമായി പോകുന്ന. ഇതേ അഫ്വാജൻ എന്ന പ്രയോഗം വേറൊരിടത്തും വരുന്നുണ്ട്. എവിടെയാണ്? സൂറത്തു നസ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അവിടെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ കൂട്ടം കൂട്ടമായിട്ട് എന്ത് ചെയ്യും, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അവർ പോകുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ ബൈന നഫ്ഖതൈനി 40, 2 നഫ്ഖത്തിന്റെ ഇടയിൽ 40 ഉണ്ടെന്ന് പറഞ്ഞു സ്വഹാബാക്കളോട്. 2 ഊത്തുകൾക്കിടയിൽ 40 ആണ് എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ സ്വഹാബാക്കൾ ചോദിച്ചു, 40 യൗമൻ, 40 ദിവസമാണോ? അബൈതു, റസൂൽ വിസമ്മതിച്ചു. വീണ്ടും സ്വഹാബാക്കൾ ചോദിച്ചു, 40 ഷഹ്റൻ, 40 മാസമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസമ്മതിച്ചു. 40 സനതൻ, 40 വർഷമാണോ? അബൈതു, നബി വീണ്ടും വിസമ്മതിച്ചു. ثم ينزل الله من السماء ماء فينبتون كما ينبت البقل. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, ഒരു മഴ വർഷിപ്പിക്കും. എല്ലാ ആളുകളെയും മരിപ്പിച്ചതിന് ശേഷം ഒന്നാമത്തെ ഊത്തിന് ശേഷം എന്ത് ചെയ്യും, ഒരു മഴ വർഷിപ്പിക്കും. അങ്ങനെ മഴ വർഷിപ്പിച്ചു കഴിഞ്ഞാൽ ആ മഴയിൽ എന്ത് ചെയ്യും, ഈ മരിക്കപ്പെട്ട ആളുകളൊക്കെ വളർന്നു വരുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ്. ഒരു ചെടി വളരുന്നത് പോലെ എന്ത് ചെയ്യും, അവർ വളർന്നു വരും. ലൈസ മിനൽ ഇൻസാനി ഷൈഉൻ ഇല്ലാ യബ്ല, മനുഷ്യന്റെ എല്ലാം ജീർണിച്ചു പോകും, ഒന്നും ബാക്കിയാവുകയില്ല. ഇല്ല അൽമൻ വാഹിദൻ, ഒറ്റ ഒരു അൽമാണ് എന്ത് ചെയ്യുക, ബാക്കിയാവുക, ഒറ്റ ഒരു ഭാഗമാണ് ബാക്കിയാവുക. വഹുവ അജ്ബുൽ ദനബ്, അത് അജ്ബുൽ ദനബാണ്, നമ്മുടെ മുതുകിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണത്. ആ ഒരു ഭാഗം മാത്രമായിരിക്കും ബാക്കിയാവാന്നാണ്. ആ ഭാഗത്തിൽ നിന്നാണ് ആരെ കൊണ്ടുവരിക, മനുഷ്യന്മാരെ കൊണ്ടുവരിക. വമിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മനുഷ്യനെ കൊണ്ടുവരിക ആ ഒരു ചെറിയ ഭാഗത്തിൽ നിന്നാണ്. എന്നാൽ അതേ സമയത്ത് ഇവിടെ ഈ ഹദീസിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ്, എല്ലാ ആളുകളും പറഞ്ഞു ലൈസ മിനൽ ഇൻസാനി ഷൈഉൻ ഇല്ലാ യബ്ല, ഒരു മനുഷ്യനും ഇല്ല അവൻ്റെ എല്ലാം ജീർണിച്ചു പോയിട്ടല്ലാതെ. ഇവിടെ ആര് ബാധകമല്ല, റസൂലുമാരും അമ്പിയാക്കന്മാരുടെയും ശരീരം എന്ത് ചെയ്യൂല, ജീർണിച്ച് പോവുകയില്ല. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, ആ വിഷയത്തിൽ കൃത്യമായ തെളിവുകൾ വന്നിട്ടുണ്ട്. ഫൈനല്ലാഹ ഹറമ അലൽ അർദി അജ്സാദഹും, അവരുടെ ശരീരത്തെ ഭൂമി തിന്നാന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്, അള്ളാഹു വിലക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യൂല, ഇവിടെ നടക്കൂല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, 2 ഊത്തുകൾക്കിടയിൽ എത്ര ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല. 40 ദിവസമാണോ, അതല്ല 40 വർഷമാണോ, അതല്ല 40 മാസമാണോ, ഒന്നും പറഞ്ഞിട്ടില്ല. അത് അല്ലാഹു അഅലം എന്ന നിലക്കാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നാൽ 40 ഉണ്ട്, ഏത് എന്ന് അറിയില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇസ്രാഫീലിൻ്റെ ഊത്തിൻ്റെ രൂപവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വെക്കുന്നത് ഒരു നീണ്ട ഊത്തായിരിക്കും എന്നാണ്. നീണ്ട ഊത്താണ് എന്ത് ചെയ്യുക, ഇസ്രാഫീൽ ഊതുക. ഓരോ ആളുകളും എന്ത് ചെയ്യും, ഇങ്ങനെ മരിച്ചു വീഴാണ്. ഓരോ ആളുകളും മരിച്ചു വീഴുന്ന അവസ്ഥ ഉണ്ടാവും. ദൂരെ ദിക്കിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, എന്തോ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നതാണ്. അങ്ങനെ ആ ശബ്ദം അടുത്തേക്ക് വരുന്നതായിട്ട് എന്ത് ചെയ്യും, അങ്ങനെ വലിയ ശബ്ദമാകും. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യും, പല ആളുകൾ പല അവസ്ഥയിലായിരിക്കുന്നതാണ്. കാഹളത്തിൽ ഊതപ്പെടുന്ന സന്ദർഭത്തിൽ പല ആളുകളും പല അവസ്ഥയിലായിരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള വിത്ത് അത് നടാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിലായിരിക്കാം അവരെന്ത് ചെയ്യുക, മരണപ്പെട്ടു പോകുക എന്നാണ്. ചില ആളുകൾ ഒരു കയ്യിലുള്ള ഉരുള അത് വായിലേക്ക് വെക്കാൻ പോകുന്ന സന്ദർഭത്തിലായിരിക്കും അവർ ഈ ഒരു ഊത്ത് കേട്ടിട്ട് എന്ത് ചെയ്യുക, അവിടെ തന്നെ മരണപ്പെടുക. ഇങ്ങനെ പല അവസ്ഥകളിലായിരിക്കുകയാണ് എന്ത് ചെയ്യുക, മനുഷ്യന്മാർ ഈ ഒരു ബോധക്ഷയത്തിന്, ഈ ഒരു സാക്കത്തിന് വിധേയമാവുക എന്ന് പറയുന്നുണ്ട്. ചില ആയത്തുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ നബിയെ താങ്കൾ പറയുക, യുഹ്യിയല്ലദീ അൻശഅഹാ അവ്വല മർറ, ആദ്യം ആരാണോ അവരെ സൃഷ്ടിച്ചത് അതേപോലെ എന്ത് ചെയ്യും, അള്ളാഹു സൃഷ്ടിക്കും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അള്ളാഹുവിന് അവൻ്റെ എല്ലാ സൃഷ്ടികളെ കുറിച്ചും അറിവുള്ളവനാണ്. മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ആരാണ് എല്ലാം ഇല്ലാതായതിനു ശേഷം ഈ പറഞ്ഞ മനുഷ്യനെ വീണ്ടും കൊണ്ടുവരുന്നത്, അള്ളാഹു അല്ലാതെ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ആയത്ത് വേറൊരായത്തിൽ വന്നതുപോലെ തന്നെ ഫല അൻശാബ ബൈനഹും, കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കുടുംബ ബന്ധവും ചെയ്യൂല, നമുക്ക് പ്രയോജനപ്പെടുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. സൃഷ്ടികളുടെ തൃപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് നഷ്ടമാണ്. കാരണം ഒരു സൃഷ്ടിയും നമുക്ക് എന്ത് ചെയ്യൂല, യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. നമുക്ക് ബാക്കിയാവുക നമ്മുടെ അമലുകൾ മാത്രമാണ് ബാക്കിയാവുക. വളരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൂമിയിൽ പരസ്പരം സഹായിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ സഹവർത്തിത്വത്തോടു കൂടിയും പോകുന്ന മനുഷ്യൻ ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ അങ്ങേയറ്റത്തെ പിശുക്കനായിരിക്കുന്ന, സ്വന്തത്തിലേക്ക് ഒതുങ്ങിക്കൂടി സ്വന്തത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു സെൽഫിഷായിട്ട് എന്ത് ചെയ്യും, നമ്മൾ മാറുന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഒരു മനുഷ്യൻ പണിയെടുത്തു കഴിഞ്ഞാൽ അവനെ ജനങ്ങളും തൃപ്തിപ്പെടും, അള്ളാഹു എന്ത് ചെയ്യും, തൃപ്തിപ്പെടും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഖൗലാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ പരിശ്രമിക്കുക. ഇനി എങ്ങാനും അള്ളാഹുവിന് നിങ്ങൾ കോപമുണ്ടാക്കുകയും അള്ളാഹുവിനെ നിങ്ങൾ വെറുപ്പുണ്ടാക്കുകയും സൃഷ്ടികളുടെ ഇഷ്ടം വാങ്ങിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവും കോപിക്കും, സൃഷ്ടികളും എന്ത് ചെയ്യും, കോപിക്കും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ ചില സാഹചര്യങ്ങളിലെങ്കിലും ചില സൃഷ്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അള്ളാഹുവിൻ്റെ കോപം വാങ്ങുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ആരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണോ ആ പ്രവർത്തനം ചെയ്തത് അവന് തന്നെ നമുക്കെതിരെ തിരിയുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഏറ്റവും പരമപ്രധാനമായി കാണേണ്ടത് റബ്ബിൻ്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത ആയത്തിൽ ഫതഅ്തൂന വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ, വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ. ഫതഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു എന്നാണ്. ഫുതിഹത്ത് തുറക്കപ്പെട്ടു, അസ്സമാഉ ആകാശം എന്ത് ചെയ്യും, തുറക്കപ്പെടുകയും ഫകാനത് അബ്വാബൻ എന്നിട്ട് പല കവാടങ്ങളായി തീരുകയും ചെയ്യുന്ന, അതായത് ആകാശങ്ങൾ എന്ത് ചെയ്യും, അള്ളാഹു അത് നശിപ്പിച്ചിട്ട് ഒരു വാതിൽ പോലെ അത് ആയിത്തീരും, വാതിലുകൾ പോലെ ആയിത്തീരും. അപ്പോൾ ആകാശങ്ങൾ എന്ത് ചെയ്യും, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ആകാശങ്ങൾ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. എന്നിട്ടോ ആകാശങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ, വസുയ്യിറത്തിൽ ജിബാൽ, അതായത് പർവ്വതങ്ങൾ അതിൻ്റെ സ്ഥാനത്തിൽ നിന്ന് എന്ത് ചെയ്യും, നീക്കം ചെയ്യപ്പെടും. പർവ്വതങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടും. ഫകാനത്ത് അങ്ങനെ അതായിത്തീരും, പർവ്വതമാകും
സറാബൻ, മരീചിക പോലെ ആയിത്തീരുന്ന. മരീചിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാടുള്ളത് പോലെ കാണും. എന്നാൽ അടുത്ത് പോകുമ്പോൾ എന്തുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിനെയാണ് സറാബ് എന്ന് പറയുക. അല്ലദീ ലാ ഹഖീഖത ലഹു, യാതൊരു യാഥാർത്ഥ്യവും ഇല്ല എന്നാണ്, യാതൊരു യാഥാർത്ഥ്യവുമില്ല. പർവ്വതങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വയസ്അലൂനക അനിൽ ജിബാൽ, അവർ പർവ്വതത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഫഖുൽ, നബിയെ താങ്കൾ പറയുക, യൻസിഫുഹാ റബ്ബി നസ്ഫാ, അല്ലാഹു എന്ത് ചെയ്യും, അത് പൊടിച്ച് പാറ്റിക്കളയുന്നാണ്. ഫയദറുഹാ ഖാഅൻ സഫ്സഫാ, എന്നിട്ട് അല്ലാഹു എന്ത് ചെയ്യും, അതിനെ ഒരു സമനിരപ്പായ മൈതാനമാക്കിയിട്ട് എന്ത് ചെയ്യും, വിടും. ലാ തറാ ഫീഹാ ഇവജൻ വലാ അംത, അതിന് പൊക്കമോ കുറവോ ഒന്നും ഉണ്ടാവില്ല, സമനിരപ്പായിരിക്കുന്ന, ഇറക്കമോ കയറ്റമോ ഒന്നും ഉണ്ടാകാത്ത രൂപത്തിൽ പർവ്വതങ്ങൾ അല്ലാഹു എന്ത് ചെയ്യും, പൊടിച്ച് പാറ്റിക്കളയും. സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത് വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർദ ബാരിസതൻ, പർവ്വതങ്ങളെ നാം സഞ്ചരിപ്പിക്കുകയും തെളിഞ്ഞ് നിരപ്പായ നിലയിൽ ഭൂമി നിനക്ക് കാണുമാറാക്കുകയും ചെയ്യുന്ന. പർവ്വതങ്ങളൊക്കെ എന്ത് ചെയ്യും, അള്ളാഹു നശിപ്പിക്കും. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ആകാശത്തെക്കുറിച്ച് പറഞ്ഞു, ശേഷം ഇതിനെക്കുറിച്ചാണ് പറയുന്നത്, പർവ്വതത്തെക്കുറിച്ച്. അപ്പം അതായത് ആകാശത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏതാ, പർവ്വതം. അതുകൊണ്ടാണ് പർവ്വതത്തെ എന്ത് ചെയ്തത്, പ്രതിപാദിക്കുന്നത്. അതുകൊണ്ടാണ് പർവ്വതത്തെ പ്രതിപാദിച്ചത്. ഇനി അടുത്തത് ഇന്ന ജഹന്നമ കാനത് മിർസാദ, ഇന്ന ജഹന്നമ കാനത് മിർസാദ, തീർച്ചയായും നരകം എന്നത്, തീർച്ചയായും നരകം എന്നത് മിർസാദൻ, കാത്തിരിക്കുന്ന സ്ഥലമാണ്, കാത്തിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ മിർസാദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത് മുഇദ്ദതൻ, ഒരുക്കപ്പെട്ട, കാത്തിരിക്കുന്ന എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് നരകം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുക്കപ്പെട്ടിട്ടുണ്ട്, നരകം ഒരുക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വരുന്ന മറ്റൊരു വിഷയമാണ് അന്നഹു ലാ യദ്ഖുലു അഹദുൻ അൽ ജന്ന ഹത്താ ഇജ്താസ ബിന്നാർ, നരകത്തിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് എന്ത് ചെയ്യുക, ഏതൊരാളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാന്നാണ്. ഫൈൻ കാന മഅഹു ജവാസുൻ നജ വഇല്ല ഇഖ്തബസ വഖാല സുഫിയാൻ അസ്സൗരി അലൈഹാ സലാസു ഖനാതിർ, അവൻ ഒരുപാട് അമലുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ നരകത്തിൻ്റെ അരികിലൂടെ പോകുമ്പോൾ സ്വർഗത്തിലേക്ക് എത്തും. അതല്ല എങ്കിൽ എന്ത് ചെയ്യും, നരകത്തിലേക്ക് വീഴുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പം നരകം കാത്തിരിക്കുന്ന സ്ഥലമാണ് എന്ന് പറയുമ്പോൾ അത് ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് അതിനുവേണ്ടി നമ്മുടെ അടുക്കൽ ഉള്ളത് എന്ന ഒരു ആലോചനയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. ഇനി അടുത്തത്, ആ നരകത്തിൽ എന്തായിരിക്കും അവിശ്വാസികളുടെ അവസ്ഥ എന്നാണ് പറയുന്നത്. നരകം കാത്തിരിക്കുന്നുണ്ട്, ആ കാത്തിരിക്കുന്ന നരകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് വിശദീകരിക്കുകയാണ്. ലിത്താഗീന മആബ, ലിത്താഗീന മആബ, തഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരുകവിയ എന്നാണ്, അതിക്രമിക്കുക. അപ്പോൾ അതിരുകവിയ എന്ന് പറയുമ്പോൾ ഇവരെന്ത് ചെയ്തു, നന്മയിൽ നിന്ന് പിന്തി നിന്ന് തിന്മയിൽ എന്ത് ചെയ്തു, തിന്മയിൽ മുന്നേറി. അപ്പോൾ അതാണ് ത്വാഗീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മ ചെയ്യുന്ന ആളുകൾ, റസൂലിനെ ധിക്കരിക്കുന്ന ആളുകൾ, അവർക്ക് എന്താണ് മആബൻ, അവരുടെ വാസസ്ഥലമായിരിക്കും നരകം, അവരുടെ മടക്കവും എന്നെന്നും താമസിക്കേണ്ട സ്ഥലം ആ നരകമായിരിക്കും. എന്നിട്ട് പറയാണ് ലാബിസീന ഫീഹാ അഹ്ഖാബ, നരകത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞാലുള്ള വിഷയമാണ് അടുത്ത പറയുന്നത്. അപ്പോൾ നരകത്തിലേക്ക് ഒരുക്കപ്പെട്ട ആളുകൾ ധിക്കരിച്ച ആളുകളാണ്, അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകൾ. അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലാരും ഉൾപ്പെടും, ഒന്നാമതായി ഉൾപ്പെടുക കുഫാറുകളാണ്, അവിശ്വാസികളാണ്. രണ്ടാമത്തേത് മുനാഫിഖീങ്ങളാണ്. ഇനി മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ തൗഹീദുണ്ട്, എന്നാൽ അവൻ്റെ തിന്മ എന്ത് ചെയ്തു, തൗഹീദിനെ പോലും മറച്ചു വെക്കുന്ന, കവച്ചു വെക്കുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെയുള്ള ആൾ മാത്രമാണ് എന്ത് ചെയ്യുക, തൗഹീദുള്ള ആളുകളിൽ നിന്ന് നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുക എന്നാണ്. അതല്ലാത്ത ആളുകൾ എന്ത് ചെയ്യൂല, തൗഹീദുള്ള ആളുകൾ നരകത്തിൽ പ്രവേശിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകൂല. ഇനി അവൻ്റെ തിന്മ തൗഹീദിനെ കവച്ചു വെച്ചാൽ അവൻ നരകത്തിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ പോലും, നരകത്തിലേക്ക് എത്തിയാൽ തന്നെ എന്ത് ചെയ്യും,
അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് തൗഹീദിനാണെന്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. തൗഹീദിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷം പഠിപ്പിച്ചത് തൗഹീദാണ്. 13 വർഷം ഇസ്ലാമിൻ്റെ കർമ്മങ്ങളിൽ യാതൊന്നും പഠിപ്പിച്ചിട്ടില്ല. നിസ്കാരമോ സക്കാത്തോ നോമ്പോ ഒന്നുമില്ല. 13 വർഷത്തെ റസൂലിൻ്റെ പ്രബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൗഹീദിൻ്റെ പ്രബോധനമാണ്. അത്രയും പ്രാധാന്യം ആ തൗഹീദിനുണ്ട് എന്നാണ് അത് നമുക്ക് അറിയിച്ചു തരുന്നത്. വലിത്താഗീന മആബ, എന്നിട്ട് പറയാണ് എങ്ങനെയായിരിക്കും അവരുടെ താമസം, നരകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ഭക്ഷണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ശേഷം വിശദീകരിക്കുന്നത്. ലാബിസീന, അവരെന്ത് ചെയ്യും, അവിടെ താമസിക്കും. ഫീഹാ ഐ ഫിന്നാർ, നരകത്തിൽ. അഹ്ഖാബൻ, യുഗങ്ങളോളം കാലങ്ങളോളം എന്ത് ചെയ്യും, അവരവിടെ താമസിക്കുന്ന ഒരുപാട് കാലം. ദുഹൂറൻ ലാ തൻഖതി, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത അത്രയും കാലം എന്ത് ചെയ്യും, അവരവിടെ താമസിക്കും. അപ്പോൾ അവിടെ എന്തില്ല, ഒരു എൻഡിങ് ഇല്ല എന്നാണ്. ഒരു എൻഡിങ് ഉണ്ടാവുകയില്ല. തുടർച്ചയായ ജീവിതം. ആ ഒറ്റ ഒരു ചിന്ത തന്നെ മതി നമുക്ക് എത്രത്തോളം പ്രയാസമായിരിക്കും നരകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. കാരണം ഒരു രക്ഷപ്പെടൽ എന്നത് എന്തില്ല, അവർക്കില്ല എന്നാണ്. ഒരു രക്ഷപ്പെടൽ അവർക്കില്ല. അതുകൊണ്ടാണ് അവർ നരകത്തിനെ കാക്കുന്ന മലക്കിനോട് അവർ പറയുന്ന ഒരാവശ്യപ്പെടുന്ന ഒരു ആവശ്യപ്പെടലുണ്ട്. യാ മാലിക്, ഓ മാലിക്കെ, ലിയഖ്ലി അലൈനാ റബ്ബുക്, നിന്റെ റബ്ബിനോട് ഞങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ വേണ്ടി നീ ഒന്ന് പറഞ്ഞു കള മാലിക്കേ എന്ന് പറയുന്നുണ്ട്. അത്രക്കും അവരെന്ത് ചെയ്യും, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ശിക്ഷിക്കുന്ന. അപ്പം അതുകൊണ്ട് തന്നെ അവിടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ്, പിന്നെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതികഠിനമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആദ്യ അവസരത്തിൽ സ്വർഗത്തിലേക്ക് എത്തുക എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. അപ്പോൾ കാലങ്ങളോളം താമസിക്കും എന്ന് പറയുമ്പോൾ ആ കാലത്തിൻ്റെ ദൈർഘ്യം എത്ര എന്ന് തഫ്സീറുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഹദീസിൻ്റെ പിൻബലം എന്തില്ല, പ്രസ്തുത വിഷയത്തിന് ഇല്ല എന്നുള്ളതാണ്. എത്ര കാലം എന്നതിന് ഹദീസിൻ്റെ പിൻബലമില്ല. എന്നിട്ട് പറയാം കാലങ്ങളോളം അവർ താമസിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കാലങ്ങളോളം താമസിക്കുമ്പോൾ അവർക്ക് അവിടെ എന്ത് വേണം, ഭക്ഷിക്കാൻ എന്തെങ്കിലും വേണം. അപ്പോൾ എന്തായിരിക്കും ആ ഭക്ഷിക്കാൻ അവർക്ക് വേണ്ടി നൽകപ്പെടുക? ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ. ലാ യദൂഖൂൻ, അവർ രുചിക്കുകയില്ല, ആസ്വദിക്കുകയില്ല. ഫീഹാ, ആ നരകത്തിൽ. ബർദൻ, ഒരു കുളിർമയും എന്ത് ചെയ്യൂല, അവർ ആസ്വദിക്കുകയില്ല. വലാ ശറാബൻ, അവർക്ക് കുടിക്കാനായിട്ട് ഒരു കുടിനീര് പോലും ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ആലോചിച്ചാൽ തന്നെ ചൂട് എന്നത് ഈ മഴക്കാലത്ത് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല, സഹിക്കാൻ പറ്റണില്ല എന്നുള്ളതാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുളിർമയും അവർക്കുണ്ടാവുകയില്ല, ഒരു കുളിർമയും അവരെ തലോടുകയില്ല. വലാ ശറാബൻ, കുടിക്കാനായിട്ട് ഒരു കുടിനീര് പോലും എന്തില്ല, അവർക്കില്ല എന്നാണ്. ലാ മാ യബ്റുദു ജുലൂദഹും വലാ മാ യദ്ഫഉ ളമഅഹും, അവരുടെ ദാഹത്തെ ശമിപ്പിക്കുന്ന, അതല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് സമാധാനമേകുന്ന യാതൊന്നും അവർക്ക് അവിടെ ഉണ്ടാവുകയില്ല. എന്നിട്ട് എന്താ ഉണ്ടാകുക? അപ്പം ഇതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കുളിർമ ഉണ്ടാവില്ല, അതോടൊപ്പം തന്നെ അവർക്ക് കുടിക്കാനായിട്ട് കുടിനീരുണ്ടാവുകയില്ല. ഉള്ളത് ഇല്ലാ ഹമീമൻ വഗസ്സാഖ, ഇല്ലാ ഹമീമൻ വഗസ്സാഖ. അപ്പം ഹമീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും ചൂടുള്ള വെള്ളം. മാഉൻ ഹാറുൻ യശ്വി വുജൂഹഹും വയഖ്തഉ അംആഅഹും, അവരുടെ കുടൽമാലയെ പോലും ഇല്ലാതാക്കി കളയുന്ന, അവരുടെ മുഖം എന്ത് ചെയ്യും, ആ വെള്ളം കുടിക്കുന്നതിലൂടെ അവരുടെ മുഖം പോലും കത്തിപ്പോകുന്ന അത്രയും ചൂടുള്ള വെള്ളമാണ് എന്ത് ചെയ്യാം, അള്ളാഹു അവർക്ക് അവിടെ കുടിക്കാൻ കൊടുക്കുക എന്നാണ്. വഗസ്സാഖൻ, അതോടൊപ്പം തന്നെ ഗസ്സാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വദീദു അഹ്ലിന്നാർ, നരകത്തിലെ ആളുകളുടെ ചലമാണ്. അല്ലദീ ഹുവ ഫീ ഗായത്തിൻ നത്നി വകറാഅത്തിൽ മദാഖ്, അത് അങ്ങേയറ്റം ദുർഗന്ധമുള്ളതും അതോടൊപ്പം തന്നെ യാതൊരു രുചിയില്ലാത്തതുമായിരിക്കും അത് എന്നാണ്. അങ്ങനെയുള്ള ഒന്നാണ് എന്ത് ചെയ്യുക, അവർക്ക് ഭക്ഷണമായിട്ട് നൽകുക. ഹമീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ചൂടുള്ള വെള്ളം. ഗസ്സാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകക്കാരുടെ ചലം, അവരുടെ വിയർപ്പ്, ഇതൊക്കെയാണെന്ത് അവിടെ
ഭക്ഷണമായിട്ട് അവർക്ക് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം അത്രയും കഠിനമാണ് അവർക്കുള്ള ശിക്ഷ എന്നത് നമ്മെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് ജസാഅൻ വിഫാഖ. ഇതൊക്കെ അള്ളാഹു ഇങ്ങനെയൊക്കെ സംവിധാനിച്ചത് അള്ളാഹു ഒരു അക്രമി ആയതുകൊണ്ടല്ല, അള്ളാഹുവിൻ്റെ ഒരു അക്രമത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് എന്താ, ജസാഅൻ പ്രതിഫലമായിട്ടാണ്. എന്തിനുള്ള പ്രതിഫലം? വിഫാഖൻ, അവർ ചെയ്തു വെച്ചതിന് അനുയോജ്യമായിട്ടാണ് എന്ത് ചെയ്തത്, അള്ളാഹു ഈ പറഞ്ഞ ശിക്ഷകളെല്ലാം വെച്ചിട്ടുള്ളതെന്നാണ്. എന്തല്ല, അള്ളാഹുവിൻ്റെ അനീതിയുടെ ഭാഗമല്ല, മറിച്ച് നീതിയുടെ ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല 1% പോലും എന്ത് ചെയ്യൂല, അനീതി കാണിക്കൂല. അപ്പൊ ഈ പറഞ്ഞ രൂപത്തിൽ ശിക്ഷക്ക് അവർ അർഹരായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹു ശിക്ഷിക്കുന്നത്. ഇന്നഹും കാനൂ, എന്നിട്ട് അള്ളാഹു അവരുടെ വിശേഷണങ്ങൾ പറയാം. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബൻ, അവർ ഇങ്ങനെ ഒരു ഹിസാബ് ഉണ്ടാകും, ഒരു ഖിയാമത്ത് നാൾ വരും, അന്ന് ആരാണ് വിജയിച്ചവർ ആരാണ് തോൽക്കുന്നവർ എന്നൊക്കെ വിധിക്കപ്പെടും. അങ്ങനെ വിജയിച്ചവരെ സ്വർഗത്തിലേക്കും തോൽക്കുന്ന ആളുകളെ നരകത്തിലേക്കും കൊണ്ടുപോകും എന്നൊന്നും അവരെന്ത് ചെയ്തിട്ടില്ല, വിചാരിച്ചിട്ടില്ല എന്നാണ്. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ, ഒരു ഹിസാബിനെയും അവർ പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ്. അവിടെ ഹിസാബ് എന്നത് നെക്കിറയായിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എന്തല്ല, ഒരു കൃത്യമായ ഒരു വസ്തുവല്ല, മറിച്ച് ഹിസാബൻ എന്നത് അലിഫ്ലാം ഇല്ലാതെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒന്നും അവർ പ്രതീക്ഷിച്ചിട്ടില്ല. ഹിസാബിൻ്റെ ഒരു നേർത്ത ഭാഗം പോലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അവരെന്ത് ചെയ്യും, ദുനിയാവ് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന രൂപത്തിൽ എന്ത് ചെയ്തു, അവർ ജീവിച്ചു എന്നാണ്. എന്നാൽ അതേ സമയത്ത് വലത്തെ കയ്യിൽ ഗ്രന്ഥം വാങ്ങുന്ന ആളുകൾ പറയുന്നത് ഇന്നി വനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, എനിക്കറിയാം ഇങ്ങനൊരു ഹിസാബ് എന്തുണ്ട്, വരാനുണ്ട് എന്നെനിക്കറിയാം, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഹിസാബിന് പ്രവർത്തിച്ചു, ആ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറയും. അപ്പം ഹിസാബുണ്ട് എന്ന ഒരു ബോധ്യം ഒരു മുഅ്മിനിന് എപ്പോഴും ഉണ്ടാകണമെന്നാണ്. ചോദ്യം ചെയ്യപ്പെടൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏതൊരു കർമ്മത്തിലേക്ക് അവന് കാലെടുത്ത് വെക്കുമ്പോഴും അവനെ അതിലേക്ക് ഒന്നുകിൽ അവൻ എന്ത് ചെയ്യും, അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും, അതല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. ആ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കണം, ഹിസാബ് എന്ന കാര്യമായിരിക്കണം. അള്ളാഹു നാളെന്ത് ചെയ്യും, ഇത് ചെയ്താൽ എന്നെ ചോദ്യം ചെയ്യുമോ, അതല്ലെങ്കിൽ ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അള്ളാഹു എന്നെ ചോദ്യം ചെയ്യുമോ, എങ്ങനെയുള്ള ഒരു മനോഗതി എന്ത് ചെയ്യണം, നമുക്കുണ്ടാകണം. ഏത് വിഷയത്തിലും ഹിസാബ് നടക്കും എന്നൊരു ബോധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ലൻ തസൂല ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ, ഒരാളുടെ ഒരു അടിമയുടെയും കാലടിപ്പാദം എന്ത് ചെയ്യൂല, മുന്നോട്ട് വെക്കാൻ പറ്റൂല എന്നാണ്. ചില ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യണം, അവൻ കൃത്യമായ ഉത്തരം നൽകണം. ഒന്നാമത്തെ ചോദ്യമായി പറയപ്പെടുന്നത് അവൻ്റെ ഇൽമിനെ കുറിച്ച് ചോദിക്കും. ആ ഇൽമനുസരിച്ച് അവൻ പ്രവർത്തിച്ചിട്ടുണ്ടോ. അവൻ്റെ ധനത്തെക്കുറിച്ച് ചോദിക്കും. ആ ധനം എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിക്കും. എവിടെ നിന്ന് സമ്പാദിച്ചു എന്നും ചോദിക്കും. എന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊന്നും പറയാതെ എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അവൻ്റെ സമയത്തെക്കുറിച്ച് ചോദിക്കും. എന്തിലാണ് അവൻ്റെ സമയം ചിലവഴിച്ചത്. അതുകൊണ്ട് തന്നെ ജീവിതമെന്നത് എന്തല്ല, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് കളിതമാശയല്ല, മറിച്ച് കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കേണ്ട ഒരു ജീവിതമാണ് ദുനിയാവിലെ ജീവിതം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. വകദ്ദബൂ ബിആയാതിനാ കിദ്ദാബാ. ഒന്നാമത്തേത് അവർ ഹിസാബിനെ പ്രതീക്ഷിച്ചിട്ടില്ല. രണ്ടാമത്തേത് എന്ത് ചെയ്തു, നമ്മുടെ ആയത്തുകളെ അവർ കളവാക്കിയെന്നാണ്. നമ്മൾ ഒരുപാട് ആയത്തുകൾ അവർക്ക് ഇറക്കി കൊടുത്തു. അള്ളാഹുവിൻ്റെ ആയത്തുകൾ എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഖുർആനികപരമായ ആയത്തുകൾ, രണ്ടാമത്തതോ ഈ കാണുന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ഭൂമിയും പർവ്വതങ്ങളും മലകളും അതേപോലെ തന്നെ കടലുകളും, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഇതൊക്കെ അവർക്ക് കണ്ടിട്ടും അവരെന്ത് ചെയ്തു, ഒക്കെ നിഷേധിച്ചു എന്നാണ്. എല്ലാം നിഷേധിച്ചു തള്ളി അള്ളാഹുവിനെ അനുസരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. വകദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ അവരെന്ത് ചെയ്തു, കളവാക്കി. അള്ളാഹുവിൻ്റെ ആയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. അള്ളാഹുവിൻ്റെ ആയത്ത് വളരെ വ്യക്തമായതാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ, ആ ആയത്തുകളെയാണ് എന്ത് ചെയ്തത്, ഇവർ നിഷേധിച്ചു തള്ളിയത്.
വകുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബ. അല്ലാഹു പറയാം ഒരുപാട് കളവാക്കി, എന്നാൽ ആ കളവാക്കലുകളൊക്കെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒന്നും എന്ത് ചെയ്യൂല, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് മറന്നു പോകുന്ന അവസ്ഥയോ അതല്ല എങ്കിൽ കാണാതാകുന്ന അവസ്ഥയോ ഒന്നും ഉണ്ടാവുകയില്ല. വകുല്ല ഷൈഇൻ, എല്ലാ കാര്യവും അഹ്സൈനാഹു, നാം സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഹഫിദ്നാ, നാം സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം അത് ലൗഹുൽ മഹ്ഫൂദിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അഹ്സൈനാഹു കിതാബൻ, അതാണ് ഉദ്ദേശം. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഖൈറാണെങ്കിൽ ഖൈർ, ഷെറാണെങ്കിൽ ഷെർ, എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്യും? അപ്പോൾ മലക്കുകൾ, അപ്പോൾ നരകക്കാരെ കുറിച്ച് ഇവിടെ പറയുന്നത് അവർക്ക് കിട്ടുന്ന ശിക്ഷകൾ പറയുന്നു, എന്താണ് ശിക്ഷയ്ക്കുള്ള കാരണം എന്ന് പറയുന്നു. എന്നിട്ട് അവരോട് അള്ളാഹു പറയുന്ന വാക്കാണെന്ത്? ഫദൂഖു ഫലൻ നസീദകും ഇല്ലാ അദാബ. ഫദൂഖു, നിങ്ങൾ എന്ത് ചെയ്യുക? ആസ്വദിച്ചു കൊള്ളുക. നിങ്ങൾ എന്ത് ചെയ്യുക? ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. ഫലൻ നസീദകും, നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, ഇനി ഒരു വർദ്ധിച്ചു തരലില്ല. ഫലൻ നസീദകും, ലെന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ അർത്ഥമാക്കപ്പെടുന്നത് ഫ്യൂച്ചറിലുള്ള, വരാനിരിക്കുന്ന കാലത്തുള്ള നിഷേധം. ഫലൻ നസീദകും, നിങ്ങൾക്കിനി വർദ്ധിച്ച് കിട്ടൂല. ഇല്ല അദാബൻ, ശിക്ഷയല്ലാതെ ഒന്നുമില്ല എന്നാണ്. ഇനി ശിക്ഷ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾക്ക് വർദ്ധിച്ച് കിട്ടുള്ളൂ എന്നാണ്. അവരല്ലാഹുവിൻ്റെ സംസാരം പ്രതീക്ഷിക്കുന്നത് തന്നെ എന്തെങ്കിലും ഒരു കാരുണ്യമാണ് അവർ പ്രതീക്ഷിക്കുക. എന്നാൽ അള്ളാഹു പറയാണ്, ഇല്ല, നിങ്ങൾക്ക് ശിക്ഷയാണ് വർദ്ധിപ്പിച്ചു തരാനാണ്. ഈ ആയത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, നരകക്കാർ കേൾക്കുന്ന ആയത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ കഠിനമായ ആയത്തായിരിക്കും പ്രസ്തുത ആയത്ത് എന്നാണ്. കാരണം എങ്ങനെയെങ്കിലും ചെറിയ രൂപത്തിലുള്ള ഒരു ആശ്വാസമാണ് അവർ പ്രതീക്ഷിക്കുക. അവിടെയാണ് അള്ളാഹു പറയാം, ഫദൂഖു, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ഫലൻ നസീദകും, യാതൊരു വർധനവുമില്ല. ഇല്ല അദാബൻ, ശിക്ഷയല്ലാതെ യാതൊരു വർധനവുമില്ല എന്നാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി ജീവിക്കേണ്ട ഒരു സമയമാണ് എന്നാണ് നരകക്കാരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ആത്മാർത്ഥമായി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പരിശ്രമിക്കണം. സ്വർഗം എന്ന് പറയുന്നത് അത് അതുല്യമാണ്. ഏറ്റവും വലിയ ഒരു ലക്ഷ്യമാണ് സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ ഒരു സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അതിനനുസൃതമായ കർമ്മങ്ങൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി വെക്കണം. ജീവിതത്തിൽ കർമ്മങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അങ്ങേയറ്റം ഒരുപാട് പോരായ്മയുള്ള ആളുകളാണ്. ഒരുപാട് പോരായ്മകളുണ്ട്. നമ്മൾ നിസ്കരിക്കുന്ന ഫർള് നിസ്കാരം കൃത്യമായി നിസ്കരിച്ചാൽ പോലും, ജമാഅത്തിനെത്തിയാൽ പോലും ആ നിസ്കാരത്തിൽ എത്രത്തോളമാണ് ഖുശൂ ഉള്ളത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യും? പിന്നെയും നമ്മൾ വിഷമത്തിലേക്ക് എത്തിപ്പെടും. അപ്പം അങ്ങനെ ഒരുപാട് പോരായ്മകളുണ്ട്. നിരന്തരം തൗബകൾ ആവർത്തിച്ച്, ഇസ്തിഗ്ഫാറുകൾ ആവർത്തിച്ച്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ നല്ല അടിമകളായി മുന്നേറേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഹൃദയത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഹൃദയത്തിലേക്ക് അസൂയ, അഹങ്കാരം എന്നിത്യാദി രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ, അതായത് സലീമായ ഒരു ഹൃദയത്തിന് മാത്രം എന്തുള്ളൂ? സ്വർഗത്തിലേക്കുള്ള പ്രവേശനമുള്ളൂ എന്നാണ്. ഒരു തിന്മയാണ് അള്ളാഹു പൊറുക്കാതെ ബാക്കിയാകുന്നതെങ്കിൽ പോലും ഓനെന്ത് ചെയ്യൂല? സ്വർഗത്തേക്ക് പ്രവേശിക്കൂല. കാരണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, പണ്ഡിതന്മാർ പറയുന്നത്, നിന്റെ ഉപ്പയായ ആദം നബി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ബിഖതീഅത്തിൻ വാഹിദ, ഒറ്റ ഒരു തിന്മ കൊണ്ടാണ് എന്ത് ചെയ്തത്? പുറത്താക്കപ്പെട്ടത്. പിന്നെ നീ എങ്ങനെയാണ് ഒരുപാട് തിന്മകൾ ചെയ്ത് ആ തിന്മകളും ബാക്കി വെച്ച് നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നാണോ നീ വ്യാമോഹിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ സ്വഹീഫത്ത് എന്ത് ചെയ്യണം? എല്ലാം ക്ലിയർ ആകണം എന്നാണ്. ഒന്നും ബാക്കിയാകാൻ പാടില്ല. എല്ലാം അള്ളാഹുവിൻ്റെ പൊറുക്കലിനെ തേടുന്നുണ്ട്. അതുകൊണ്ട് നിത്യവും എന്ത് ചെയ്യാം? അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, നരകത്തെ ഭയന്ന് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ അവകാശികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നരകത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക
അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.